ഉദ്യോഗസ്ഥർക്ക് കുരുക്ക് മുറുകുന്നു. പൊന്നാനി ബലാത്സംഗ കേസിൽ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ റദ്ദാക്കണമെന്നുള്ള ഹർജി തള്ളി. കേസെടുക്കാൻ നിർദ്ദേശിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ശരിവെച്ചു. മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണം. DYSP VV ബെന്നിക്കും CI വിനോദ് വലിയാറ്റൂരിനും വലിയ തിരിച്ചടിയാണ്. ശ്യാം ദേവരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാമ, നീതി തേടി പോലീസ് സംവിധാനത്തിലെ നീതിക്കായി പോയൊരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ്. 3 ഉന്നത ഉദ്യോഗസ്ഥരും ബലാത്സംഗം ചെയ്യുകയാണ്. എന്നിട്ടും പിന്നീട് നീതി ലഭിക്കുന്നില്ല. സുപ്രീം കോടതി വരെ 4 വർഷത്തോളം നടത്തിയൊരു നിയമ പോരാട്ടമുണ്ട്. എന്നിട്ടാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പിന്നീടും പോലീസ് ഒളിച്ചു കളിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടാവുന്നു. ഈ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കും വലിയ തിരിച്ചടിയാണ്. ഇനിയെങ്കിലും പോലീസ് അനങ്ങുമോ, കേസെടുക്കുമോ, നടപടി ഉണ്ടാകുമോ? ശ്യാം, പൊന്നാനി ബലാത്സംഗ കേസിൽ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത് ഈ മാസം 9-നാണ്. കേസെടുക്കാൻ പക്ഷേ ഇതുവരെയും ഒരാഴ്ച പിന്നിട്ടും പൊന്നാനി പോലീസ് തയ്യാറായില്ല. ഇതിനിടെ മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് തള്ളിയത്. മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവനുസരിച്ച് മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഹർജി തള്ളിയ വിധിയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം. DYSP VV ബെന്നിക്കും CI വിനോദ് വലിയാറ്റൂരിനുമെതിരെയും കേസെടുക്കണം. മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന പ്രതികളുടെ വാദം ഹൈക്കോടതി തള്ളി. പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. കേസെടുക്കണമെന്ന് 9-ാം തീയതി മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിട്ടും ഇതുവരെയും കേസെടുക്കാത്തത് എന്ത് എന്നാണ് പോലീസിനോട് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചത്. കോടതി നിർദ്ദേശിച്ചിട്ടും FIR രജിസ്റ്റർ ചെയ്യാത്തത് അരാജകത്വത്തിന് വഴിയൊരുക്കും. കോടതിയുടെ ഉത്തരവ് പൊന്നാനി SHO പാലിക്കാത്തത് ഭയപ്പെടുത്തുന്നുവെന്നുമായിരുന്നു വാദം കേൾക്കുന്നതിനിടെ ഹൈക്കോടതി കടുത്ത വിമർശനമായി പറഞ്ഞു. എന്തായാലും ഈ 3 ഉദ്യോഗസ്ഥർക്കെതിരെയും മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് പൊന്നാനി പോലീസിന് കേസെടുക്കേണ്ടി വരും. ശരി ശ്യാം, ഇനിയെങ്കിലും പോലീസ് സംവിധാനങ്ങൾ അനങ്ങുമോ എന്ന് നമുക്ക് നോക്കാം. കോടതിയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി കടുത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഈ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇവരെ സംരക്ഷിക്കുന്ന ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനങ്ങൾക്കും നേരെ ഉണ്ടാവുന്നത്.